പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി വിവാദത്തിൽ മുഖ്യമന്ത്രിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറെന്ന് വി.ഡി. സതീശൻ. തീയതിയും സമയവും കുറിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. നിലപാടില്ലാത്ത പാർട്ടിയായി സിപിഐ മാറിയെന്നും വിമർശനം. സിപിഐയും ആർ.ജെ.ഡിയും എൽ.ഡി.എഫ് യോഗത്തിൽ നിലപാട് മറന്നെന്ന് രമേശ് ചെന്നിത്തല. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നുവെന്ന് പരിഹാസം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് UGC ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. ഫെഡറലിസത്തെ തകർക്കുന്ന കരട് നിയമനങ്ങൾക്കെതിരെ പ്രതിഷേധമുയരണം. ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പിണറായി വിജയൻ. കൺവെൻഷനിൽ കേരള, കണ്ണൂർ ആരോഗ്യ സർവകലാശാല VC-മാർ പങ്കെടുത്തില്ല. UGCക്കെതിരായ കൺവെൻഷൻ തിരുവനന്തപുരത്ത് തുടരുന്നു. നാവികസേനയുടെ സുപ്രധാന വിവരങ്ങൾ പാക് ചാരസംഘടനയ്ക്ക് കൈമാറിയ കേസിൽ മലയാളി അടക്കം 3 പേർ പിടിയിൽ. മലയാളിയായ P. അഭിലാഷിനെ NIA അറസ്റ്റ് ചെയ്തത് കൊച്ചിയിൽ നിന്ന്. കേസിൽ ഇതുവരെ പിടിയിലായത് 8 പേർ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞുവെന്ന് വത്തിക്കാൻ. സഹപ്രവർത്തകരുമായി സംസാരിച്ചു. മാർപ്പാപ്പയെ സന്ദർശിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരന്തബാധിതർ വീണ്ടും സമരത്തിലേക്ക്. ദുരന്തബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം അധികൃതർ ഉറപ്പുകൾ ലംഘിച്ചെന്നും സമരക്കാർ കളക്ടറേറ്റിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച്. ഡൽഹി മുഖ്യമന്ത്രി അധികാരമേറ്റ് രേഖ ഗുപ്ത, ഉപമുഖ്യമന്ത്രി പർവേഷ് വർമ്മ അടക്കം 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങുകൾക്ക് സാക്ഷിയായി പ്രധാനമന്ത്രി അടക്കമുള്ളവർ. രാംലീല മൈതാനിയിൽ ചടങ്ങ് ആഘോഷമാക്കി BJP.